ഇതെന്താ വെറുതെ ഇരിക്കുന്നത്? ഇല്ല, ഞാൻ ചെവിടെടുത്തോണ്ടിരിക്കാം. ഓ, അളിയാ. എന്താ അളിയാ? എന്തിനാ വഴി കിടന്ന് വെറുതെ ഒച്ചയും ബഹളം ഉണ്ടാക്കിയത്? അത് പിള്ളേരൊക്കെ ആവുമ്പോ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ അളിയാ? പിള്ളേരല്ല, അളിയൻ തന്നെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. എന്റെ അളിയ ഒന്നുമില്ലെങ്കിൽ അളിയന് 19 വയസ്സായില്ലയോ? അത് എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ അളിയാ. 50 വയസ്സായത് അളിയന്റെ കുറ്റം കൊണ്ടല്ല. പക്ഷേ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് തന്നെയാണ് അളിയ കുറ്റം. അളിയ, ഈ വീട്ടിൽ നിൽക്കുമ്പോ അതിന്റെ മാന്യതയ്ക്കനുസരിച്ച് നിൽക്കാവൂ, അല്ലാത്തവരോട് നിൽക്കണ്ട. ഓഹോ, അത് ശരി. ഞാനിവിടെ നിൽക്കുന്നതാണ് പ്രശ്നമല്ലേ? ഓക്കെ. നിങ്ങളിപ്പോ ചേട്ടന്റെ അടുത്ത് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും പറഞ്ഞുപോയി. സൗദി, ചേട്ടൻ പോവുകയാണ് മോളെ. അയ്യോ, ചേട്ടൻ എങ്ങോട്ടാ പോണേ? പറഞ്ഞില്ലേ സൗദിക്ക് പോണെന്ന്. സൗദാമിനിയോട് പോണ കാര്യമാണ് പറഞ്ഞത്. അത് ശരി. എഴീച്ച് നടക്കാമെങ്കിലും എനിക്കുമുണ്ടൊരമ്മ. ചേട്ടാ, ചേട്ടൻ വെറുതെ. വേണ്ടടി, ശരിയാവൂല. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാ നല്ലത്. യേശുദാസന്റെ സ്വരം നല്ല ഇല്ല, അപ്പൊ അങ്ങനെ പാട്ട് നിർത്തിയുള്ള അവസ്ഥയോ? കോട്ടയളിയ. പിന്നെ ഞാൻ അളിയന്റെ സ്ഥാനത്തല്ല കണ്ടത്, എന്റെ സഹോദരന്റെ സ്ഥാനത്താ. സ്വന്തം രക്തമായിട്ടാ കണ്ടത്. സ്നേഹിച്ചു പോയി ഒരുപാട്, ഒരിക്കലും മറക്കില്ല. അളിയൻ പറഞ്ഞല്ലോ ഞാൻ ജോലിയില്ലാതെ തെണ്ടി നടക്കുന്നെന്ന്. ഞാനിപ്പോ പറഞ്ഞു അളിയൻ പറഞ്ഞു. ഇവളിപ്പോടെ 3 പേരെ കെട്ടിച്ചയച്ചപ്പോ ഉണ്ടായിരുന്നതെല്ലാം പോയി. നല്ല സമയത്ത് വിവാഹവും കഴിച്ചില്ല. ശപിക്കപ്പെട്ട ജന്മം. പക്ഷെ ആരെങ്കിലും എന്റെ അളിയനെ കുറിച്ച് ചോദിച്ചാൽ 100 നാവാണ് എനിക്ക്. ഇവിടെയാണ് അളിയ ആ രൂപം പ്രദർശിച്ചിരിക്കുന്നത്. അളിയനെ എന്റെ കൂടപ്പുറപ്പിനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അളിയ അകത്ത് കയറിപ്പോ. സൗദാമിനി, അളിയനെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ചെല്ലടി. ഇതെന്താ കൊഴിഞ്ഞു വീണ ഇലകളുടെ എണ്ണം എടുക്കുന്നോ? ഞാൻ ഇനി പഴുത്ത മാവല നോക്കുകയായിരുന്നു. അതെന്തിനാ ഇപ്പം പഴുത്ത മാവല? പല്ലി വയ്ക്കാനേ. ഇവിടെ ഉമിക്ക് തീർന്നാലും നീ അറിഞ്ഞില്ലല്ലോ. അതിനിവിടെ പുതിയ ബ്രഷ് 2-3 ഇരിപ്പില്ലേ? ഏതെങ്കിലും ഒന്നെടുത്ത് അങ്ങ് തേച്ചാ പോരെ? അതൊന്നും ശരിയാകത്തില്ല. ചേട്ടാ, പഴുത്ത ഇലയൊന്നും കാണാനില്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും പഴുത്ത ഇല കിട്ടിയിട്ട് പല്ല് തേച്ചാ മതി. ചേട്ടാ, ആ മാവിന്റെ കൊമ്പൽ ഒരു ഊഞ്ഞാല് കെട്ടിയാ കൊള്ളായിരുന്നു. സൽഗുണേട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടോ? സൽഗുണേട്ടാ, ഊഞ്ഞാല്. ഊഞ്ഞാല്. അത് ശരിയാകത്തില്ല. അതെന്താ ശരിയാവാത്തത്? ശരിയാകത്തില്ല സൗദാമിനി. എന്റെ ചെറിയമ്മയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? ഓ, പണ്ട് മരിച്ചുപോയ ഭദ്ര ചെറിയമ്മ. ആ ചെറിയമ്മ എനിക്ക് അമ്മയെ പോലെ ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു ചെറിയമ്മ. മുട്ടോളം മുടി, നല്ല വിളർന്ന കണ്ണുകൾ, എപ്പോഴും ചിരിയ. ചെറുപ്പത്തിലേ എന്നെ ചോറ് കൂട്ടുന്നത് ഈ ചെറിയമ്മയായിരുന്നു. എവിടെ പോയാലും ഈ ചെറിയമ്മ എന്നെയും കൂട്ടും. നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഈ ചെറിയമ്മയോട് ഭയങ്കര അസൂയായിരുന്നു. പോരാത്തതിനോ നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. അന്നൊക്കെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിരുന്നത് ചെറിയമ്മയുടെ കഥ കേട്ടിട്ടായിരുന്നു. പിന്നെ എപ്പോഴും ഒരു ചതയ നാളിൽ ഈ ചെറിയമ്മ തൂങ്ങി മരിച്ചു. അത് ഊഞ്ഞാലിട്ടിരുന്ന കയറിൽ. അതിനുശേഷം ഞാൻ ഊഞ്ഞാലിൽ കയറിയാൽ എൻ്റെ അടുത്ത് ചെറിയമ്മ വന്നിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. ചെറിയമ്മ കഥകൾ പറയും, ചിരിക്കും, കരയും. എന്തുവാണ് ഇങ്ങനെ നിലവിളിക്കുന്നേ? ഞാനല്ല, ഒരു പട്ടിയാ അടുക്കളയിൽ വന്ന് കയറി. ഭയങ്കര ശല്യാന്നേ. കണക്കിന് കിട്ടി, ഇനി വരത്തില്ല. അളിയന്റെ ഏറ് കിട്ടിയിട്ടാണ് ആ പട്ടി നിലവിളിച്ചത്. പിന്നെ അല്ലാതെ. എന്റെ അളിയ അത് വളരെ മോശമായി പോയി കേട്ടോ. അതെന്താ അളിയ അങ്ങനെ പറഞ്ഞത്? എന്നാലും അളിയ അതൊരു മിണ്ടാപ്രാണിയല്ലയോ, അതിന് ഇങ്ങനെ അങ്ങ് ഉപദ്രവിക്കാവോ? സൗദി പറഞ്ഞത് കേട്ടാ, ഇനി പട്ടി വന്നാൽ അതിനെ ഉപദ്രവിക്കരുത്. കാര്യം പറഞ്ഞങ്ങ് മനസ്സിലാക്കി വിട്ടാ മതി. അത് ശരിയാവത്തില്ല, അത് ഭയങ്കര മോഷണ. അതിന് വിശക്കുന്നു, കണ്ണിൽ കാണുന്നത് എടുത്ത് കഴിക്കുന്നു. അത് പട്ടികളുടെ സഹജഭാവം. കണ്ണിൽ കാണുന്നത് എടുത്ത് കഴിക്കുന്നത് പട്ടികളുടെ സഹജഭാവം. അതിനെ കണ്ടാൽ അപ്പോൾ എറിയുന്നത് എന്റെ സഹജഭാവം. പാവം,
ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം, നരനിലും നാരായണനുണ്ട്, നായിലും നാരായണനുണ്ട്. സൗദി പറഞ്ഞത് കേട്ടാ? അതുകൊണ്ട് ഇനി ആഹാരം വയ്ക്കുമ്പോ പട്ടിക്കും കൂടെ ചേർത്ത് വെച്ചേരെ. എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ അങ്ങ് കഴിച്ചോ, പട്ടിക്കും കൂടെ. ആ സൗദി ആ പറഞ്ഞത് നമ്മളെ ഉദ്ദേശിച്ചല്ലേ? ഏയ് അത് ഭാർഗവേട്ടനെ ഉദ്ദേശിച്ച.